ഹലോ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം, ഈ നമ്മൾ കഴിഞ്ഞ ദിവസം 2 വീഡിയോ ഉണ്ടാക്കിയിരുന്നു. ഒന്ന്, പണിയെടുക്കാനും പണം ഉണ്ടാക്കാനും വിദേശ രാജ്യങ്ങൾ, ജീവിക്കാൻ സ്വർഗം എന്നും കേരളം തന്നെ. അതിൽ പല അഭിപ്രായങ്ങളും പലരുടെ എന്താ പറയുക, കേരളം അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ കുറെ പേര് അഭിപ്രായപ്പെട്ടു, താങ്കൾ പറഞ്ഞു കറക്റ്റാണ്, കേരളം ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ് ഫോർ എ പീസ്ഫുൾ ലിവിങ്. ഇന്ന് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു ഡോക്ടറുടെ ഒരു മെസ്സേജ്, ഞാൻ 12-15 കൊല്ലം ഞാൻ മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്തു. ഞാൻ 2025 കേരളത്തിൽ വന്ന് സെറ്റിലായി. കേരള ഈസ് എ പാരഡൈസ്. മനസ്സിലായോ? കേരളത്തിന്റെ മഹത്വം മനസ്സിലാകണേ നമ്മൾ പുറത്തു പോകണം അല്ലേ. എനിവേ, നമ്മൾ ഈ കുടിയേറ്റ മലയാളികളുടെ കുടുക്കുകളെ കുറിച്ച് ഒരു വീഡിയോ ഉണ്ടാക്കിയായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പിയർ പ്രഷറാണ്. പള്ളി, സംഘടന, പിന്നെ അമ്മായപ്പൻ, അമ്മായിമ്മ, ഇവരുടെയൊക്കെ പിയർ പ്രഷർ മൂലം വലിയ വീട് മേടിച്ച് കൊടുക്കുന്നവരുണ്ട് അല്ലേ. എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നത് അസൂയയും ഗീർവാണവും. നമ്മളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട് അല്ലേ, അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്നുള്ളത്. പക്ഷെ കഷണ്ടിയുടെ കാര്യത്തിൽ തീരുമാനമായി. അറിയാലോ, കഷണ്ടിയുടെ കാര്യത്തിൽ തീരുമാനം പറഞ്ഞാൽ ഇപ്പൊ ഒരുവിധം ചെറുപ്പക്കാരെല്ലാം കഷണ്ടി, പണ്ടൊക്കെ വിഗായിരുന്നു, ഇപ്പൊ ഹെയർ ട്രാൻസ്പ്ലാന്റ്. അത് തുർക്കിയെ പോയി ചെയ്യുന്നവരുണ്ട്, ദുബായിൽ പോയി ചെയ്യുന്നവരുണ്ട്. കേരളത്തിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ടീമുകളുണ്ട്. പൈസ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കണ്ടാലും അറിയില്ല. പിന്നെ കഷണ്ടിയായിട്ട് ഇവരെ കണ്ടിട്ടുള്ളവർ പിന്നെ ഇവർ മുടി വെച്ച് കാണുമ്പോൾ നമുക്കറിയാം, ചേട്ടാ ഇവൻ മുടി വെച്ചല്ലേ എന്നുള്ളത്. പക്ഷെ ആദ്യമായിട്ട് കാണുന്നവര്, ഇപ്പൊ വിവാഹ മാർക്കറ്റിലൊക്കെ കഷണ്ടിയായിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നൊക്കെ പറഞ്ഞാലും പഴഞ്ചൊല്ലിനെ മാറ്റി എഴുതുകയാണ് ശാസ്ത്രം. പക്ഷെ അസൂയക്ക് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ബെസ്റ്റ് മെഡിസിൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു പ്രാക്ടീസ് ആണത്. അത് നമ്മുടെ മൈൻഡിനെ സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ എന്താണ് അസൂയ? മാനവ ചരിത്രത്തിലെ ഇപ്പൊ ബൈബിൾ വിശ്വസിക്കുകയാണെങ്കിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, മണ്ണുകൊണ്ട് മനുഷ്യൻ നിർമ്മിച്ചു, മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായതാണ് ആദാമും ഹവയും. അങ്ങനെ അവർക്കുണ്ടായ 2 മക്കള്, ഹാബേലും കായീനും. അപ്പോൾ ഇവർ രണ്ടുപേരും യഹോവയ്ക്ക് യാഗമർപ്പിച്ചു. ഹാബേൽ ഒരു യാഗം അർപ്പിച്ചു, കായീൻ ഒരു യാഗം അർപ്പിച്ചു. ഓക്കെ, അപ്പോൾ ആ വചനം അല്ലെങ്കിൽ ആ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണ. യഹോവ ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. എങ്ങനെ? യഹോവ ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. കായീനിലും അല്ലെങ്കിൽ കായീന്റെ യാഗത്തിൽ യഹോവ പ്രസാദിച്ചില്ല. അപ്പോൾ കായീന് ഹാബേലിനോട് അസൂയ തോന്നി, സ്വന്തം സഹോദരനോട്. അവനെ കൂട്ടിക്കൊണ്ടുപോയി അവനെ കൊന്നു കളഞ്ഞു. അപ്പോ മാനവ ചരിത്രത്തിലെ ബൈബിൾ പ്രകാരം ഇനി അത് വിശ്വസിക്കാത്തവർക്ക് അത് വിശ്വസിക്കേണ്ട വേറെ കാര്യം. മാനവ ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകം സഹോദരൻ സഹോദരനെ കൊന്നു എന്നുള്ളതാണ്, അസൂയ കൊണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, യഹോവ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാബേലിന്റെ യാഗത്തിലല്ല ആദ്യം പ്രസാദിച്ചത്, ഹാബേലിലും അവന്റെ യാഗത്തിലും. ഹാബേലിന് പ്രസാദം അവനിൽ പ്രസാദം ഉണ്ടായതുകൊണ്ടാണ് അവന്റെ യാഗത്തിൽ പ്രസാദിച്ചത്. അല്ലാതെ അവന്റെ യാഗവസ്തു എന്തായിരുന്നു എന്നുള്ളതല്ല. നിങ്ങളെ കൊണ്ടുവരുന്നത് ചിലപ്പോൾ അന്നത്തെ കാലത്ത് വെജിറ്റബിൾ, പച്ചക്കറിയും ആടും അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ്. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരാള് ഒരു ചെറിയ സമ്മാനം കൊണ്ടുവന്നാലും വലിയ സമ്മാനം കൊണ്ടുവന്നാലും അവനിൽ എനിക്ക് ഇഷ്ടമുണ്ട്, അവനിൽ എനിക്ക് പ്രസാദമുള്ളത് കൊണ്ട് അവൻ കൊണ്ടുവന്ന യാഗത്തിൽ അല്ലെങ്കിൽ അവൻ കൊണ്ടുവന്ന ഗിഫ്റ്റിൽ ഞാൻ പ്രസാദിക്കും അല്ലേ. എന്നാൽ കായീനില് ദൈവത്തിന് പ്രസാദമില്ല, അവന്റെ കയ്യിലിരിപ്പ് അങ്ങനെയായിരിക്കാം. അതുകൊണ്ട് തന്നെ അവൻ ചെയ്ത യാഗവസ്തുവിലും യഹോവ പ്രസാദിച്ചില്ല എന്നുള്ളത്. ഇതിനകത്ത് 2 കാര്യങ്ങളാണ്. അവിടെ കായീന്റെ പ്രതികരണം റിയാക്റ്റീവ് ആയിരുന്നു, ക്രിയേറ്റീവ് അല്ലായിരുന്നു. അപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് എനിക്കൊരു വീഡിയോ ഇട്ട് തന്നു. ഒരു ഡോക്ടർ തന്റെ 2 കുഞ്ഞുങ്ങളോട് പറയുന്നതാണ്, അവർ തമ്മിൽ വഴക്കടിക്കുമ്പോൾ പറയുന്നത്, മോളെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രിയേറ്റീവ് ആൻഡ് റിയാക്റ്റീവ്? എന്നെ അത് വളരെ ചിന്തിപ്പിച്ചു. നമ്മളെല്ലാം എപ്പോഴും റിയാക്റ്റീവായിട്ട് ചിന്തിക്കുന്നവരാണ്. എന്നാൽ നമുക്കൊരാളോട് അസൂയ വരുമ്പോൾ നമ്മൾ അതിനെ റിയാക്റ്റീവായിട്ട് ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരുത്തം മേടിച്ചതിനേക്കാളും വലിയ വീട് മേടിക്കും. ഇപ്പൊ ഇവിടെ സിംഗിൾ ഗാരേജ് ഉള്ള വീടാണെങ്കിൽ മറ്റവൻ മേടിക്കുന്നത് ഡബിൾ ഗാരേജ് ഉള്ള വീടാണ്. കാരണം അവനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അത് റിയാക്റ്റീവിൽ മേടിക്കുന്നതാ. അവന് ഡബിൾ ഗാരേജ് മേടിക്കാനുള്ള കപ്പാസിറ്റി അവനില്ല, പക്ഷെ അവൻ റിയാക്ട് ചെയ്തു. അവൻ സിംഗിൾ ഗാരേജ്, ഞാൻ ഡബിൾ ഗാരേജ്. അപ്പോഴാണ് നമ്മുടെ റിയൽറ്റർ തൊട്ടാണ്, അതെ നമ്മുടെ മറ്റേ ചായനുണ്ടല്ലോ, അവര് ഡബിൾ ഗാരേജ് മേടിച്ചത്. നമുക്കൊരു 3 ഗാരേജിന്റെ ഒരു വീടുണ്ട്, അത് 2500 അല്ല, അത് 3500 സ്ക്വയർ ഫീറ്റാ. 4 ബെഡ്റൂം 4 ബാത്റൂം ഉള്ള ഒരു അടിപൊളി വീട്. അപ്പൊ എത്രയാവും പൈസ? അതൊന്നും വിഷയമല്ല, മോർഗേജ് നമ്മൾ ശരിയാക്കിയാരാന്നേ. അപ്പൊ വിചാരിച്ചു എന്നാ ശരി 3 ഗാരേജുള്ള മേടിച്ചു. ഇവന്റെ തലയിൽ 1 മില്യന്റെ
കടം കയറിയിട്ട മോർഗേജ്. അപ്പൊ അവൻ റിയാക്ട് ചെയ്യാണ്. അതേസമയത്ത് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിലോ, അപ്പൊ ആ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഈ അസൂയയിൽ നിന്നാണ് മത്സരം ഉണ്ടാകുന്നത്. അപ്പൊ ശലോമോൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ നല്ല പ്രവൃത്തികളും മത്സരത്തിലൂടെ ഉണ്ടാവുന്നത്. നമ്മളിപ്പോ ടെലിഫോണിന്റെ കാര്യം തന്നെ എടുക്കാം. നോക്കിയയും അൽക്കാട്ടലും മോട്ടറോളയും ഞങ്ങളുടെ ഇവിടുത്തെ മറ്റേ ബ്ലാക്ക്ബെറി എല്ലാം ഔട്ടായി. ഇന്ന് എല്ലാവരും ഐഫോൺ ഉപയോഗിക്കുന്നത്. നാട്ടിലാണെങ്കിൽ കൂടുതൽ ആൻഡ്രോയിഡ്, നമ്മുടെ സാംസങ്. ഇന്ന് ആരുടെ കയ്യിൽ നോക്കിയാലും ഐഫോൺ അല്ലെങ്കിൽ സാംസങ് ഉള്ളു. മറ്റുള്ളത് എല്ലാം ഔട്ട് ഓഫ് ഫാഷനായി. അവരെല്ലാം പോയി. മത്സരത്തിൽ എന്ത് ചെയ്തു? ഇവർ ജയിച്ചു, അല്ലേ? എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളോട് അസൂയ തോന്നുകയാണെങ്കിൽ നമ്മൾ റിയാക്റ്റീവായിട്ട് ചിന്തിക്കല്ല, ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുക. അവനേക്കാൾ മെച്ചമായ ഒരു വീട് എനിക്ക് മേടിക്കണം, പക്ഷെ ഞാൻ കടക്കണിയിൽ ഏർപ്പെടാൻ പാടില്ല, അല്ലേ? അയ്യോ, ഞാൻ പറഞ്ഞു വന്ന് വിഷയം മാറിപ്പോയി. അസൂയിക്കുള്ള മരുന്ന് ഞാൻ പറഞ്ഞാണ്. സമയം അടുത്തു തുടങ്ങി. എൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ചെറുപ്പം മുതൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ കൂട്ടുകാര്, എൻ്റെ സഹോദരങ്ങള് എന്നേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കണം. സമ്പത്തിലും സമാധാനത്തിലും വിദ്യാഭ്യാസത്തിലും എല്ലാം കൊണ്ടും എൻ്റെ ജ്യേഷ്ഠന്മാര്, എൻ്റെ സുഹൃത്തുക്കള്, എൻ്റെ അയൽപ്പക്കക്കാര് ഒരു പടി മുന്നിൽ നിൽക്കുക. അപ്പൊ എന്താ ഗുണമെന്നറിയോ? അവരൊരിക്കലും എന്നോട് സഹായം ചോദിച്ചു വരില്ല. എന്നാൽ എനിക്കൊരു ആവശ്യം വന്നാൽ അവരോട് സഹായം ചോദിക്കുകയില്ല. ഇത് ഞാൻ ജീവിതത്തിൽ പ്രാവർത്തികമായ കാര്യങ്ങളാണ്. എൻ്റെ ജ്യേഷ്ഠന്മാർ എപ്പോഴും എന്നേക്കാൾ മുന്നിൽ നിന്നാൽ ഞാൻ സന്തോഷവാനാണ്. കാരണം എന്താ അറിയോ? അവർക്ക് ഒരു പ്രയാസം വന്നിട്ട് എനിക്ക് അവരെ സഹായിക്കാൻ പറ്റില്ല. എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം എന്നെ കേൾക്കുന്ന ലോകമെമ്പാടും പല രാജ്യങ്ങളില് പല ജാതി മത രാഷ്ട്രീയ വർഗ വർണ്ണ വ്യത്യാസം എന്നെ കേൾക്കുന്ന മല്ലൂസിനോട്, അല്ലെങ്കിൽ കുടിയേറ്റ മലയാളികളോട്, അല്ലെങ്കിൽ നാട്ടിലുള്ള മലയാളികളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ അയൽപ്പക്കക്കാരും നിങ്ങളുടെ ക്ലാസ്മേറ്റ്സും നമ്മളെക്കാൾ അല്പം, ഇനി അതിനേക്കാൾ കൂടിയാലും കുഴപ്പമില്ല. കാരണം അസൂയ നമുക്ക് തോന്നുന്നത് സഹോദരങ്ങളോടും കൂട്ടുകാരോടും അല്പക്കാരോടാ. ഇപ്പൊ എങ്ങോ കിടക്കുന്ന ഒരാള് വലിയ ഉദ്യോഗസ്ഥനായി, അല്ലെങ്കിൽ അവൻ വലിയ കോടീശ്വരനായി, അല്ലെങ്കിൽ അവൻ വലിയ വീട് വെച്ച് വലിയ കാറ് മേടിച്ചു, അതൊന്നും നമ്മളെ യശുന്ന കാര്യമല്ല. പക്ഷേ എൻ്റെ സഹോദരൻ, എൻ്റെ സ്വന്തക്കാരൻ, അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചവൻ, അവര് വലിയ വീടും വണ്ടിയൊക്കെ മേടിക്കുമ്പോൾ നമുക്കൊരു അസൂയ ഉണ്ടാവും, അല്ലേ? അതിനെ മറികടക്കാനുള്ള ഒറ്റ മാർഗം നമ്മുടെ ബ്രെയിനെ നമ്മൾ തന്നെ റീവൈൻഡ് ചെയ്യുക. എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ സുഹൃത്ത്, എൻ്റെ സഹോദരൻ എന്നേക്കാൾ സമ്പന്നനാണെങ്കിൽ ഒരു അത്യാവശ്യം വന്നാൽ അവനോട് എന്ന് 10 പൈസ ചോദിക്കാം. അതേസമയം അവൻ എന്നേക്കാളും താഴേക്കിടയിൽ കഷ്ടപ്പെട്ട് കിടക്കുവാണെങ്കിൽ ഞാൻ അവനെ സഹായിക്കണം, അല്ലേ? നിങ്ങൾക്ക് അതുപോലെ ഒരു 10 കൂട്ടുകാരും 10 സഹോദരങ്ങളും ഉണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ കാര്യം കട്ടപ്പുകയല്ലേ? ഇനി ഗീർവാണം. സമയം കഴിയാറായി. ഗീർവാണടി അടുത്തത്. ഈ അമ്മയപ്പന്മാരോട് വിസിറ്റ് ചെയ്യാൻ വരും, എന്നിട്ട് അവർ തിരിച്ചു ചെല്ലും. എന്നിട്ടുള്ള ഗീർവാണടി, എൻ്റെ മോളും മരുമകനും, അല്ലെങ്കിൽ എൻ്റെ മകനും മരുമകളും, അവർക്ക് മകന് ഒരു മാസം 5 ലക്ഷം ശമ്പളം, അപ്പൊ മോൾക്ക് 5 ലക്ഷം, 10 ലക്ഷം മാസ ശമ്പളോ? എൻ്റെ ദൈവമേ! അപ്പൊ ഒരു വർഷം എത്രയായി? അവരവിടെ വലിയ വീട് മേടിച്ചിരിക്കുന്നത്. വീടിന് തന്നെ വില ഉണ്ടാവുക വെച്ചാൽ അതൊരു 5 കോടി 6 കോടിയുടെ വീടാ. വണ്ടിയോ? അത് BMW, ബെൻസ്, ഓടിയൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ പുതുതായിട്ട് വരുന്ന സ്റ്റുഡൻസും PR വരുന്നവരൊക്കെ സ്വന്തം വണ്ടി ആയിരിക്കില്ല. ഇപ്പോഴത്തെ ഏതായാലും ഷോറൂമിന്റെ മുന്നിൽ വിട്ടൊരു ഓഡിയുടെ ലാൻഡ് ക്രൂസറോ അല്ലെങ്കിൽ റേഞ്ചറോന്റെ ഒക്കെ മുന്നിൽ എന്നിട്ടൊരു ഫോട്ടോ അങ്ങ് എടുക്കും, എന്നിട്ടൊരു പ്രൊഫൈൽ പിക്ചർ അങ്ങ് പൂശും. അപ്പൊ അവിടെയുള്ള ഇവരുടെ ആൾക്കാർ ചോദിക്കണമെന്നറിയാം, ചേടാ ഇവൻ അവിടെ ഉപയോഗിക്കുന്ന വണ്ടികൾ ഇതൊക്കെ കേട്ടാ. അപ്പൊ വീട്ടുകാർ പറയാടാ, കണ്ട അവനൊക്കെ പോയി രക്ഷപ്പെട്ട് കണ്ട. അതാണ് ഈ ഗീർവാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു കമന്റ്, ഒരു ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗായ്സ്, ഗുഡ് നൈറ്റ്, ബൈ ബൈ.